നമസ്കാരം. അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാനിത് എവിടെയാണെന്നല്ലേ, ഞാനിത് ഇവിടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. നമ്മുടെ കുറച്ച് ലേറ്റായി വ്ളോഗ്സ് ഇടാൻ ഞാൻ കുറച്ചധികം തിരക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അമ്പല ദർശനമാണ് എൻ്റെ ഉദ്ദേശം. സോ അപ്പോൾ ഞാൻ ആദ്യം പോയിരിക്കുന്നത് ചോറ്റാനിക്കരയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഉള്ളിലോട്ട് കയറുകയാണ്. ഇത് വലിയൊരു വ്ളോഗായിട്ടൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ വർഷത്തിന് ശേഷമാണ്, അതായത് എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 15 ഇയേഴ്സിന് ശേഷമാണ് ഞാനിവിടെ ചോറ്റാനിക്കരയിൽ തൊഴാനെത്തുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, വിത്ത് ഫാമിലി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനും അമ്മൂമ്മയൊക്കെ ഉണ്ട്. അപ്പം അമ്മ എല്ലാവരും ഉണ്ട്, അമ്മ, ഞാൻ, അമ്മൂമ്മ, അനിയൻ എല്ലാവരുമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അകത്ത് കയറി അർച്ചനയ്ക്കുള്ള റെസിപ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. അത്യാവശ്യം തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ഇതൊരു 4:45 5:15 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 5:15 കഴിഞ്ഞപ്പം ആണ് അമ്പലത്തിലെത്തിയത്. ഞങ്ങൾ രാവിലെയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയത്. അപ്പം ആവശ്യത്തിന് തിരക്കുണ്ടായിരുന്നു. നമ്മളുടെ സീരിയൽ കാണുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഈ ആൻറ്റിയൊക്കെ നമ്മളുടെ അടുത്ത് ഓടി നമ്മളെ കണ്ടപ്പോൾ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ തൊഴുതിറങ്ങി. ഞാൻ അധികം ഒന്നും കട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ തൊഴുതിറങ്ങിയതിന് ശേഷം മമ്മിക്ക് ഒരേ നിർബന്ധം ദേവീൻ്റെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ വാങ്ങിച്ചു. പിന്നെ അമ്മൂമ്മ ഭയങ്കര ടയേർഡായിരുന്നു. കുറച്ച് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പുള്ളിക്കാരെ കൊണ്ടുപോയി തൊഴിയിപ്പിച്ചു. അതിനിടയ്ക്ക് നമ്മളൊരു കുട്ടി ഫാൻ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ താഴെ തൊഴാൻ വന്നു. അപ്പോൾ ഉണ്ണിക്ക് ഷർട്ട് ഊരുന്നതിൻ്റെ ഒരു ചെമ്പലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അമ്മ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളതിനെ അകത്ത് തൊഴുതിട്ട് പുറത്തിറങ്ങി. അപ്പം ഇത് നമ്മുടെ മറ്റേ ആണിയൊക്കെ അടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തൊഴുതിറങ്ങി. ഇപ്പോൾ മുകളിൽ പോയാൽ താഴെയും ദർശനം ചെയ്യണം എന്ന് മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലത്തും പോയി തൊഴുതു. ഹാപ്പിയാണ്, നന്നായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത വ്ളോഗല്ല. അപ്പോൾ ഇതിൻ്റെ മിക്ക എൻ്റെ വ്ളോഗും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇതും അതുപോലെ തന്നെയാണ്. ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പല്ല, ഈ ഒരു അമ്പല ദർശനമായിരുന്നു. കാരണം ചോറ്റാനിക്കരയെ തൊഴണമെന്നത് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം വന്നു തൊഴുതു, നന്നായിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്ന ഗുരുവായൂരാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 5-ാം തീയതി ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇനോഗ്രേഷൻ ഇടാനായിട്ടുള്ള ഡ്രസ്സ് ഞാൻ മിയാസിലാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കുറച്ചെങ്കിലും അറിയാം മിയാസിനെ പറ്റി. എൻ്റെ ഏറ്റവും നല്ലൊരു വൺ ഓഫ് ദി ടോപ്പ് മൈ ഫേവറേറ്റ് ബോട്ടിക്കാണ് മിയാസ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഉണ്ടാവും. എൻ്റെ ചുരിദാറും എൻ്റെ ഇനോഗ്രേഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെയാണ്. അപ്പം അവിടുന്ന് നേരെ തിരിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ തപ്പി അപ്പോൾ നമുക്ക് ഈ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം വെജിറ്റേറിയൻ ഹോട്ടലിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി. അതിനിടയ്ക്ക് ഒരു പെട്ടെന്നൊരു അയ്യോ പോയി വ്ളോഗ് എടുക്കാൻ വന്നതാണ്. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, നമ്മളിത് ഇങ്ങനെ ഫൈനലി എൻ്റെ കണ്ണനെ കാണാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നേരെ നമുക്ക് നട കാണാം. ബാഗ് വിളിച്ചോ, ഇതൊക്കെ എടുക്കാനുള്ളതാണോ? അതെല്ലാം എടുക്കണ്ട. രാവിലെ ഞങ്ങൾ ഗുരുവായൂർ കേശിനെ കാണിച്ചു തരാം കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു 5 മണി ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, റെഡി ആവാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പം എല്ലാവരും റെഡി ആവുന്ന ഒരു ഇതിലാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ അമ്പലത്തിൽ ദർശനത്തിന് പോവാണ്. അപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ഡ്രസ്സ് തന്നെയാണ് ഇത്. വന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രം കസവ് കടയിൽ നിന്ന് എടുത്ത കേട്ടോ സെറ്റ് സാരി. ഒരു രക്ഷയില്ല, എനിക്ക് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി. കസവ് കട ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ നിന്ന് അമ്മയുടെ തന്നെ ആ സാരിയും എടുത്തിരിക്കുന്നത്. ലൈക്ക് ഉണ്ടാ. ഓക്കെ, അപ്പം നമ്മൾ റെഡിയായി. ഇനിയിപ്പം രാവിലെ 5:45 ആയിട്ടുണ്ട്, കുറച്ച് ലേറ്റായി. ഇപ്പം ഇനി ശിവേലിക്ക് മുന്നേ തൊഴാൻ പോകണം. വേണ്ട,
അങ്ങനെ നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി. ഇനി അമ്മയെ ഒന്നൊന്നൊന്ന് ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. കാരണം ഓൾമോസ്റ്റ് ടൈമായി. നമുക്ക് 6 മണിക്കാണ് ദർശനം ടൈം പറഞ്ഞത്. അതെ, ഗുരുവായൂരപ്പൻ്റെ എക്സ്ട്രാ കോപ്പി എന്ന് പറയാം. അങ്ങനെ കണ്ണനെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. അതുമാത്രമേ നമ്മൾക്കെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒരു റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ക്യൂ നിൽക്കാതെ ഡയറക്റ്റായിട്ട് കണ്ണനെ കണ്ട് തൊഴാൻ പറ്റി. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് 2 സൈഡും ഭയങ്കരമായിട്ടും ക്രൗഡായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ സീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എനിക്കിവിടെ എത്തുമ്പോൾ ഭയങ്കര സമാധാനമാണ് ഗുരുവായൂരെത്തുമ്പോൾ. ഇതിൽ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ സ്റ്റേജിൽ രാവിലെ തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ അപ്പുറത്ത് ഗണപതി സൈഡ് തൊഴാൻ പോയി. അപ്പം ഞാൻ ഒരുപാട് ക്ലിപ്സ് നേരത്തെ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാം തൊഴുത് ഇറങ്ങി ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ വന്നപ്പോഴാണ് ഇവിടെ വേറൊരു ക്യൂ. ഇതും അതായത് ഫുള്ള് നിറഞ്ഞിട്ട്, ഇത് അമ്പലത്തിന് പുറത്തോട്ടുള്ള പോയവർക്ക് അറിയാം പുറത്തോട്ട് തൊഴാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞതാണ് വീട്ടിൽ തോന്നിയിട്ട് അമ്പലത്തിൻ്റെ കല്യാണം കഴിയുമെന്ന്. അതായത് ഞാനും ഉണ്ണിയും കൂടെ വന്ന ഒരു ഗെറ്റപ്പിലായിരുന്നു അവരങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടി ഫാനാണിത്. അറിഞ്ഞൂടാ, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി ഇറങ്ങാൻ ബാക്ക് ടു ട്രിവാൻഡ്രത്തേക്കുള്ള ഒരു ധൃതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത് നമ്മുടെ ഗുരുവായൂരുള്ള അവരുടെ തന്നെ ആയിട്ടുള്ള സ്റ്റേ, എനിക്ക് അവരുടെ പേര് അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പം ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഗുരുവായൂർ. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് നിറയും. നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കാണ് കണ്ടോ ഈ കാണുന്നത്. ഇങ്ങനെ അറ്റം വരെ ആൾക്കാരാണ്, ക്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ടാറ്റാ, താങ്ക് യു, ബൈ. നമ്മുടെ ബ്ലോഗ് തീർന്നു കേട്ടോ.